Hi dear students, സബ്സിഡിയറി ബുക്കുകളിൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഒന്നാമത്തെ ടൈപ്പ് ക്യാഷ് ബുക്കാണ്. ക്യാഷ് ബുക്കിൻ്റെ പല ഫോംസ് നമ്മൾ ഇതിനോടകം പഠിച്ചു കഴിഞ്ഞതാണ്. സിമ്പിൾ ക്യാഷ് ബുക്ക്, ഡബിൾ കോളം ക്യാഷ് ബുക്ക്, ട്രിപ്പിൾ കോളം ക്യാഷ് ബുക്ക്, പെറ്റി ക്യാഷ് ബുക്ക് തുടങ്ങിയിട്ടുള്ള ക്യാഷ് ബുക്കിൻ്റെ പല ഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ടാമത്തെ സബ്സിഡിയറി ബുക്കാണ് പർച്ചേസസ് ബുക്ക്. എന്താണ് പർച്ചേസസ് ബുക്കിൻ്റെ ഉദ്ദേശം? Then purchases book is a book for recording credit purchases of goods only. ഗുഡ്സിൻ്റെ ക്രെഡിറ്റ് പർച്ചേസ് മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് പർച്ചേസ് ബുക്ക് എന്ന് പറയുന്നത്. പർച്ചേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യാറുണ്ട്, അസറ്റും പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലേ? എന്നാൽ ഇവിടെ നമ്മൾ അസറ്റിൻ്റെ പർച്ചേസ് അല്ല, ഗുഡ്സിൻ്റെ മാത്രം പർച്ചേസാണ്. പർച്ചേസ് എങ്ങനെയൊക്കെയുണ്ട്? ക്യാഷ് പർച്ചേസ് ഉണ്ട്, ക്രെഡിറ്റ് പർച്ചേസ് ഉണ്ട് അല്ലേ? ഇവിടെ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺലി, ഗുഡ്സിൻ്റെ മാത്രം അത് ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്നത്. ക്യാഷ് പർച്ചേസ് ആകുമ്പോൾ നമുക്കറിയാം അതെവിടെ വരും? ക്യാഷ് ബുക്കിനകത്ത് വരും അല്ലേ? കാരണം ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ആണ് ക്യാഷ് പർച്ചേസ് എന്ന് പറയുമ്പോൾ അത് ക്യാഷ് ബുക്കിൽ വരേണ്ടതാണ്. എന്നാൽ ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് ക്യാഷ് ബുക്കിൽ വരില്ല. അപ്പോൾ അതുകൊണ്ട് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ട്രാൻസാക്ഷനുകൾ റെക്കോർഡ് ചെയ്യാനുള്ള സബ്സിഡിയറി ബുക്കിനെയാണ് നമ്മൾ പർച്ചേസസ് ബുക്ക് എന്ന പേരിൽ വിളിക്കുന്നത്. ദി പർച്ചേസസ് ബുക്ക് ഈസ് ആൾസോ കോൾഡ് ആസ് പർച്ചേസസ് ജേണൽ ഓർ പർച്ചേസസ് ഡേ ബുക്ക് ഓർ ഇൻവോയ്സ് ബുക്ക്. ഇതിൻ്റെ മറ്റു ചില പേരുകളാണ് പർച്ചേസസ് ജേണൽ, പർച്ചേസസ് ഡേ ബുക്ക്, ഇൻവോയ്സ് ബുക്ക് തുടങ്ങിയിട്ടുള്ളത്. ഒരു പർച്ചേസസ് ബുക്കിൻ്റെ ഫോർമാറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഒരു പർച്ചേസസ് ബുക്കിൻ്റെ ഫുൾ ഫോർമാറ്റാണ് നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ കാണുന്നത്. ഇവിടെ ഇതിനകത്ത് നമുക്ക് 6 കോളങ്ങൾ കാണാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഇൻവോയ്സ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ഡീറ്റെയിൽസ്, എമൗണ്ട്. അവസാനത്തെ 2 കോളങ്ങൾ എമൗണ്ട് കോളംസ് ആണ്. അതിൻ്റെ എമൗണ്ട് കാണിക്കുന്ന കോളമാണ്. ആദ്യത്തെ കോളം ഡേറ്റ് കോളം അല്ലേ? ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടക്കുന്നത്, ഒരു പാർട്ടിയിൽ നിന്ന് ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് നമ്മൾ ഡേറ്റ് കോളത്തിൽ എൻ്റർ ചെയ്യണം. ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നത് എന്താണ്? നെയിം ഓഫ് സപ്ലയർ ആൻഡ് പർട്ടിക്കുലേഴ്സ് ഓഫ് പർച്ചേസസ്. ആരിൽ നിന്നാണോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് ആ സപ്ലയർ അല്ലേ? ഇപ്പോൾ എ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു ഫേമിൽ നിന്ന് ഗുഡ്സ് കടമായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ എ ആൻഡ് കമ്പനി, അതാണ് ആ ഫേമിൻ്റെ പേര്. നെയിം ഓഫ് സപ്ലയർ. എന്താണ് പർച്ചേസ് ചെയ്യുന്നത്? അതിൻ്റെ പർട്ടിക്കുലേഴ്സ് ഉണ്ടാവും അല്ലേ? ഏതെല്ലാം ഐറ്റം, എത്ര രൂപയുടെ ഐറ്റം പർച്ചേസ് ചെയ്യുന്നു, അതാണ് പർട്ടിക്കുലേഴ്സ് ഓഫ് പർച്ചേസസ് എന്ന് പറയുന്ന പാർട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓരോ പർച്ചേസിനും ഇതിനകത്ത് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ ആദ്യം കൊടുക്കുക, സപ്ലയറുടെ പേര്, എന്തെല്ലാം ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിൻ്റെ റേറ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നു. ഇൻവോയ്സ് നമ്പർ, പർച്ചേസർ അല്ലേ? ഇവിടെ നമ്മൾ ഈ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സപ്ലയർ ഇഷ്യൂ ചെയ്യുന്ന ഇൻവോയ്സിൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ കോളത്തിൽ എൻ്റർ ചെയ്യണം. ലെഡ്ജർ ഫോളിയോ അവൈലബിൾ ആണെങ്കിൽ അത് ആ കോളത്തിൽ എൻ്റർ ചെയ്യണം. ഈ ഡീറ്റെയിൽസ് കോളം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതൊരു ഇന്നർ എമൗണ്ട് കോളമായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ സപ്ലയറുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് അതിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്ത ഡീറ്റെയിൽസ് കോളത്തിലാണ്. നെറ്റ് എമൗണ്ട് മാത്രമാണ് നമ്മൾ അവസാനത്തെ എമൗണ്ട് കോളത്തിലേക്ക് എഴുതുക. ഇപ്പോൾ ഉദാഹരണത്തിന് 3 തരത്തിലുള്ള ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. എ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു സപ്ലയറിൽ നിന്ന് 3 തരത്തിലുള്ള ഗുഡ്സ്, പ്രോഡക്റ്റ് എക്സും വൈയും ഇസഡും പർച്ചേസ് ചെയ്യുന്നു. 3നും വിവിധ ക്വാണ്ടിറ്റിയും പർച്ചേസ് ചെയ്യുന്നുണ്ടാകുക. 3ൻ്റെ റേറ്റ് പലതായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യം എ ആൻഡ് കമ്പനി എന്നൊരു ടൈറ്റിൽ കൊടുത്തു. ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ പർട്ടിക്കുലർ കോളത്തിൽ എ ആൻഡ് കമ്പനി എന്ന് എഴുതി. എന്നിട്ട് ഒന്നാമത്തെ ഐറ്റം പ്രോഡക്റ്റ് എക്സ് ആണ് അല്ലേ? 100 യൂണിറ്റ്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് 100 യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു. at rupees 10.
അതിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ നമ്മൾ 100 × 10 എന്ന് പറയുന്ന ഒരു 1000 രൂപ നമ്മൾ എവിടെ ചെയ്യണം? ഡീറ്റെയിൽസ് കോളത്തിൽ എൻ്റർ ചെയ്യണം. പിന്നീട് പർട്ടിക്കുലർ കോളത്തിൽ വീണ്ടും 50 യൂണിറ്റ്സ് ഓഫ് വൈ എന്ന് പറയുന്ന പ്രോഡക്റ്റ് 50 യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു. അതിൻ്റെ വില 100 രൂപയാണ്. അപ്പോൾ 50 × 100 അല്ലേ, 5000 രൂപ. അത് നമ്മൾ ഡീറ്റെയിൽസ് കോളത്തിൽ എഴുതുക. ദെൻ പ്രോഡക്റ്റ് ഇസഡ് പർച്ചേസ് ചെയ്യുന്നു, ഒരു 20 യൂണിറ്റ്സ് ഓഫ് ഇസഡ് അറ്റ് ₹10 ഈച്ച്, 10 രൂപയാണ് അതിൻ്റെ വില. അപ്പോൾ 20 × 10 200 രൂപ. അപ്പോൾ നമ്മളിതൊക്കെ ഓരോ ട്രാൻസാക്ഷനും ഓരോ പർട്ടിക്കുലേഴ്സ് ഓഫ് പർച്ചേസും നമ്മൾ ഈ കോളത്തിൽ 1 by 1 ആയിട്ട് എഴുതിയിട്ട് അതിൻ്റെ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമ്മൾ ഡീറ്റെയിൽസ് കോളത്തിൽ ജസ്റ്റ് എഴുതി വെച്ചു. ഇവിടെ നമുക്ക് 3 ഐറ്റം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഡീറ്റെയിൽസിനകത്ത് അല്ലേ. എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും വാല്യൂസ് ഉണ്ടാവും. ഇനി വല്ല അഡീഷണൽ എക്സ്പെൻസും അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ പാക്കിംഗ് ചാർജോ ഡെലിവറി ചാർജോ കൊടുക്കുന്നതിന് നമ്മൾ ആ എമൗണ്ടും അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. വല്ല ട്രേഡ് ഡിസ്കൗണ്ടും ഈ സപ്ലയർ തരുന്നുണ്ടെങ്കിൽ അത് നമ്മളിന്ന് കുറക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ ചെയ്യണം? ഡീറ്റെയിൽസ് കോളത്തിനകത്ത് ചെയ്യണം. അതിൻ്റെ അവസാനത്തെ എമൗണ്ട് എന്താണ്? ആ ഒരു ഡേറ്റിന് എ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ സപ്ലയർ നിന്ന് വാങ്ങുന്ന മൊത്തം പ്രോഡക്ട്സിന് കൊടുക്കേണ്ടി വരുന്ന നെറ്റ് എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് മാത്രമാണ് അവസാനത്തെ എമൗണ്ട് കോളത്തിലേക്ക് നമ്മൾ എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസ് ബുക്കിൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യുക. ഇനി മറ്റൊരു ഡേറ്റിന് അല്ലേ, ബി ആൻഡ് കമ്പനി മറ്റൊരു സപ്ലയർ അയാളെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു. സെയിം പ്രൊസീജിയർ, ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ, ബി ആൻഡ് കമ്പനി, പർട്ടിക്കുലേഴ്സ് ഓഫ് പർച്ചേസ് എന്തൊക്കെയാണോ അത്, അതിൻ്റെ ഡീറ്റെയിൽസ്, ദെൻ അത് നെറ്റ് എമൗണ്ട് കോളത്തിൽ. ഇങ്ങനെയാണ് നമ്മൾ പർച്ചേസസ് ബുക്കിനകത്ത് ചെയ്യുക. എന്നിട്ട് അവസാനം ആ ഒരു പീരീഡിൻ്റെ അവസാനമാകുമ്പോൾ, ഒരു വർഷത്തേക്കുള്ളതാണെങ്കിൽ ആ വർഷത്തിൻ്റെ അവസാനമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പർച്ചേസ് ബുക്കിൻ്റെ അവസാനത്തെ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യും അല്ലേ. ആ എമൗണ്ട് കോളത്തിൽ കിട്ടുന്ന എമൗണ്ടാണ് ആ ഒരു പീരീഡിലേക്കുള്ള മൊത്തം ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത്. ഒരു വർഷത്തേക്കുള്ള മൊത്തം ക്രെഡിറ്റ് പർച്ചേസ് എന്ന് പറയുന്നത് ആ എമൗണ്ടാണ്. ഒരു മാസത്തേക്കുള്ളതാണെങ്കിൽ ആ ഒരു മാസത്തേക്കുള്ള മൊത്തം ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ എമൗണ്ടാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു പീരീഡിലേക്കുള്ള മൊത്തം ക്രെഡിറ്റ് പർച്ചേസിൻ്റെ എമൗണ്ട് എത്രയാണ്. ഈ അവസാനത്തെ എമൗണ്ട് പറഞ്ഞാൽ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് ആ ഫിഗർ എന്ന് പറയുന്നത്. ഇനി ഈ പർച്ചേസ് ബുക്ക് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു ജേണൽ മാത്രമാണ്, ലെഡ്ജർ അല്ല. നമ്മൾ ലെഡ്ജറിലേക്ക് അതിനെ വേറെ പോസ്റ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സിലേക്ക് തന്നെ വേറെ പോസ്റ്റ് ചെയ്യണം. അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പോസ്റ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ്? ഈച്ച് സപ്ലയർ അക്കൗണ്ട് ഈസ് ഇൻഡിവിജ്വലി ക്രെഡിറ്റഡ് ഡെയിലി ഇൻ ലെഡ്ജർ. ഓരോ സപ്ലയറുടെ അക്കൗണ്ടിലും അതാത് ദിവസങ്ങൾ തന്നെ ആ ട്രാൻസാക്ഷൻ നമ്മൾ പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ജേണലിനകത്ത് ഇപ്പോൾ നമ്മൾ കണ്ടു, ഇപ്പോൾ ഈ പർച്ചേസ് ബുക്കിനകത്ത് ഫോർ എക്സാമ്പിൾ 2020 ജനുവരി 1-ാം തീയതിയാണ് എ ആൻഡ് കമ്പനിയിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. ഒരു 5000 രൂപയുടെ ഗുഡ്സാണ് മൊത്തം നമ്മളതിൻ്റെ നെറ്റ് എമൗണ്ട് 5000 രൂപയാണ് വന്നത്. അപ്പോൾ 2020 ജനുവരി 1-ന് എ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഈ സപ്ലയറിൽ നിന്ന് 5000 രൂപയുടെ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ജനുവരി 1-ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ആ സപ്ലയർ അക്കൗണ്ട് നമ്മുടെ ബുക്കിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ലെഡ്ജറിനകത്ത് എ ആൻഡ് കമ്പനി അക്കൗണ്ട് ഉണ്ടാവും. ആ എ ആൻഡ് കമ്പനി അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യണം? ജനുവരി 1-ന് തന്നെ നമ്മൾ ഈ 5000 രൂപ അവിടെ എൻ്റർ ചെയ്യണം. അതിനകത്ത് ബൈ പർച്ചേസസ് എന്ന് ക്രെഡിറ്റ് സൈഡിൽ എഴുതിയിട്ട്, ഇപ്പോൾ എ ആൻഡ് കമ്പനി അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിൽ അതിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ജനുവരി 1 ഡേറ്റ് എഴുതിയിട്ട് ബൈ പർച്ചേസസ് എന്നെഴുതി ₹5000 അവിടെ എഴുതണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബി ആൻഡ് മറ്റൊരു സപ്ലയർ ബി ആൻഡ് കമ്പനി എന്ന് പറയുന്നത്, ബി ആൻഡ് കമ്പനിയുടെ ഗുഡ്സ് 5-ാം തീയതി പർച്ചേസ്, ജനുവരി 5-നാണ് പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ജനുവരി 5-ാം തീയതി ബി ആൻഡ് കമ്പനി അക്കൗണ്ട് എന്ന് പറഞ്ഞ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസസ് എന്നെഴുതി നമ്മൾ അവിടെ എമൗണ്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ ഓരോ സപ്ലയറുടെയും അക്കൗണ്ടുകളെ അതാത് ദിവസങ്ങളിൽ തന്നെ ട്രാൻസാക്ഷൻ ഡേറ്റിൽ തന്നെ എന്ത് ചെയ്യണം? ആ സപ്ലയറുടെ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ പർച്ചേസസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യണം. മറ്റൊന്ന് പറയുന്നത്, പീരിയോഡിക്കൽ ടോട്ടൽ ഓഫ് പർച്ചേസ് ബുക്ക് ഈസ് പോസ്റ്റഡ് ടു ദി ഡെബിറ്റ് ഓഫ് പർച്ചേസസ് അക്കൗണ്ട് വിത്ത് വേർഡ്സ് ടു സൺട്രീസ് ആസ് പെർ പർച്ചേസസ് ബുക്ക്. ഇനി പർച്ചേസ് ബുക്കിന്റെ ടോട്ടൽ നമ്മൾ നേരത്തെ പറഞ്ഞു, പർച്ചേസ് ബുക്ക് എന്ന് പറയുന്ന ഇതിന്റെ അവസാനത്തെ കോളം അല്ലെ, എമൗണ്ട് കോളം ടോട്ടൽ എമൗണ്ട് കിട്ടും. അത് പീരിയഡിലേക്ക് ടോട്ടലാണ്. ഇപ്പോൾ ഒരു മാസത്തേക്കുള്ള പർച്ചേസ് ബുക്ക് ആവാം, ഒരു വർഷത്തേക്കുള്ളതാകാം, 3 മാസത്തേക്കുള്ളതാവാം. ഏത് പീരീഡിലേക്കാണോ നമ്മൾ പർച്ചേസ് ബുക്ക് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആ ഒരു പീരീഡിലേക്കുള്ള ടോട്ടൽ എമൗണ്ട് ആണ് ആ പർച്ചേസ് ബുക്കിന്റെ ടോട്ടൽ എന്ന് പറയുന്ന എമൗണ്ട്. ആ സിംഗിൾ ഫിഗർ നമ്മൾ എങ്ങോട്ട് എടുക്കണം? ആ ടോട്ടൽ എമൗണ്ടിനെ പർച്ചേസസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം.
അപ്പോൾ ആ ഡേറ്റിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാസത്തേക്കുള്ള പർച്ചേസ് ബുക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ജനുവരിയിലേക്കുള്ള പർച്ചേസ് ബുക്ക് 2020 ജനുവരി മാസത്തേക്കുള്ള പർച്ചേസ് ബുക്കാണ് എങ്കിൽ 2020 ജനുവരി 31 അല്ലേ, ആ മാസം അവസാന ദിവസം നമ്മൾ എന്ത് ചെയ്യണം? ആ പർച്ചേസ് ബുക്കിന് ടോട്ടൽ വന്ന എമൗണ്ടിനെ ആ ഫിഗറിനെ പർച്ചേസസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാം. നമ്മൾ ലെഡ്ജറിനകത്ത് പർച്ചേസ് അക്കൗണ്ട് ഉണ്ടാവും അല്ലേ, ആ പർച്ചേസ് അക്കൗണ്ടിലേക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഡെബിറ്റ് സൈഡിൽ 31/1/2020 ഡേറ്റ് എഴുതിയിട്ട് 2020 ജനുവരി 31 എഴുതിയിട്ട് ഡെബിറ്റ് സൈഡിൽ ടു സൺട്രീസ് ആസ് പെർ പർച്ചേസസ് ബുക്ക്, ടു സൺട്രീസ് ആസ് പെർ പർച്ചേസസ് ബുക്ക് എന്ന് ആ അക്കൗണ്ടിന്റെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എഴുതിയിട്ട് എത്രയാണോ ജനുവരി 31 പർച്ചേസ് ബുക്കിന് ടോട്ടൽ കിട്ടിയതെങ്കിൽ ആ എമൗണ്ടിനെ നമ്മൾ അതിന്റെ ഡെബിറ്റ് സൈഡിൽ എൻ്റർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ 2 അക്കൗണ്ടിലേക്ക് അതിനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, അതായത് സപ്ലയേഴ്സിന്റെ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ അല്ലേ ബൈ പർച്ചേസസ് എന്ന് എഴുതിയിട്ട്, ബൈ പർച്ചേസസ് അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് അതാത് ട്രാൻസാക്ഷൻ ഡേറ്റിൽ റെക്കോർഡ് ചെയ്യണം. രണ്ടാമത് പീരിയോഡിക് ടോട്ടലിംഗ് ആണ്. ഓരോ ദിവസവും എന്ത് ചെയ്യേണ്ട? പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ട. ആ ഒരു പീരീഡ് അവസാനിക്കുമ്പോൾ മൊത്തം ടോട്ടൽ കിട്ടിയ എമൗണ്ട് എത്രയാണോ അതിനെ മാത്രം, ആ സിംഗിൾ ഫിഗറിനെ പർച്ചേസസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ടു സൺട്രീസ് ആസ് പെർ പർച്ചേസസ് ബുക്ക് എന്ന് എഴുതിയിട്ട് എൻ്റർ ചെയ്യണം. ഇതാണ് പർച്ചേസസ് ബുക്ക് എന്ന് പറയുന്ന സബ്സിഡിയറി ബുക്ക്. ഇനി നമ്മൾ മൂന്നാമത്തെ സബ്സിഡിയറി ബുക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് സെയിൽസ് ബുക്കാണ്. നമ്മൾ പർച്ചേസ് ബുക്ക് കണ്ടതുപോലെ തന്നെ സെയിൽസുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ആണ് സെയിൽസ് ബുക്കിനകത്ത് വരിക. ദിസ് ഇസ് എ ബുക്ക് ഫോർ റെക്കോർഡിംഗ് ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഓൺലി. നേരത്തെ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഓൺലി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് ഓൺലി, ഗുഡ്സിന്റെ ക്രെഡിറ്റ് സെയിൽസ് മാത്രം റെക്കോർഡ് ചെയ്യാനുള്ള ബുക്കാണ് സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്. കടമായിട്ട് കസ്റ്റമേഴ്സിന് ഗുഡ്സ് വിൽക്കുമ്പോൾ ആ ട്രാൻസാക്ഷനാണ് നമ്മൾ സെയിൽസ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക അല്ലേ. ക്യാഷ് സെയിൽസ് ഉണ്ടാവും. ക്യാഷ് സെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാഷ് ബുക്കിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റും അല്ലേ, കാരണം ക്യാഷിന്റെ ഇൻഫ്ലോ ആണത്. ക്യാഷ് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ക്യാഷ് ബുക്കിനകത്താണ് ക്യാഷ് സെയിൽസ് വരിക. എന്നാൽ ക്രെഡിറ്റ് സെയിൽസിന്റെ എമൗണ്ട് ക്യാഷ് ബുക്കിൽ എൻ്റർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഒരു പ്രത്യേക ബുക്ക് കീപ്പ് ചെയ്യുന്നു. ആ ബുക്കാണെന്ത്? സെയിൽസ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഗുഡ്സിന്റെ ക്രെഡിറ്റ് സെയിൽസ് മാത്രമാണ് ഈ ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. ദിസ് ബുക്ക് ഈസ് ആൾസോ കോൾഡ് ആസ് സെയിൽസ് ജേണൽ ഓർ സെയിൽസ് ഡേ ബുക്ക്. സെയിൽസ് ഡേ ബുക്ക് എന്നും സെയിൽസ് ജേണൽ എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. സെയിൽസ് ബുക്കിന്റെയും സെയിം ഫോർമാറ്റ് തന്നെയാണ്, നമ്മൾ നേരത്തെ കണ്ട അതേ ഫോർമാറ്റ് ആണ് ഇവിടെ നമ്മൾ സെയിൽസ് ബുക്കിനകത്തും ഉപയോഗിക്കേണ്ടത്. അതിനകത്ത് 6 കോളങ്ങൾ കാണാൻ പറ്റും. ഡേറ്റ് കോളം, പർട്ടിക്കുലേഴ്സ് കോളം, ഇൻവോയ്സ് നമ്പർ, ലെഡ്ജർ ഫോളിയോ, ഡീറ്റെയിൽസ്, എമൗണ്ട് തുടങ്ങിയിട്ടുള്ള 6 കോളങ്ങൾ കാണാം അല്ലേ. ഇവിടെ ഡേറ്റ് കോളത്തിൽ നമ്മൾ ഡേറ്റ് ഓഫ് ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്യണം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ നെയിം ഓഫ് സപ്ലയർ എന്നാണ് നമ്മൾ പർച്ചേസ് ബുക്കിൽ കൊടുത്തതെങ്കിൽ ഇവിടെ നെയിം ഓഫ് കസ്റ്റമർ, ഏത് കസ്റ്റമർക്കാണോ ഗുഡ് സെയിൽ ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ആൻഡ് കമ്പനി എന്നൊരു കസ്റ്റമർക്കാണ് ഗുഡ് സെയിൽ ചെയ്യുന്നത്. എക്സ് ആൻഡ് കമ്പനി നമ്മൾ ആ പർട്ടിക്കുലർ കോളത്തിൽ ആദ്യം എഴുതണം. അതിന് താഴെ നമ്മൾ പർച്ചേസ് ബുക്ക് ചെയ്തതുപോലെ തന്നെ ഈ കസ്റ്റമർക്ക് നമ്മൾ ആ ഒരു ഡേറ്റിന്, ഇപ്പോൾ ജനുവരി 1 ജനുവരി 1-ാം തീയതി എന്തെല്ലാം ഗുഡ്സ് വിൽക്കുന്നുണ്ട്, അത് പല ടൈപ്പ് ഗുഡ്സ് ആകാം, പല റേറ്റുള്ള ഗുഡ്സ് ആവാം. നമ്മൾ അതിൻ്റെ ഓരോന്നിൻ്റെയും പർട്ടിക്കുലേഴ്സിന് അത് എൻ്റർ ചെയ്യുന്നു. ഈ ഇത്ര ക്വാണ്ടിറ്റി ഇന്ന ഗുഡ്സ് ഇത്ര രൂപക്ക് എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ കസ്റ്റമർക്ക് വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഗുഡ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പർട്ടിക്കുലേഴ്സ് കോളത്തിൽ എൻ്റർ ചെയ്യണം അല്ലേ. അപ്പോൾ ഓരോ ഐറ്റം പ്രോഡക്റ്റിൻ്റെയും എമൗണ്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്ന 5-ാമത്തെ കോളത്തിനകത്ത് നമ്മൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എൻ്റർ ചെയ്യണം. ഇപ്പോൾ 1-ാമത്തെ പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ ഇത്ര രൂപയ്ക്ക് പ്രോഡക്റ്റ് വിൽക്കുന്നു, ഒരു എമൗണ്ട് ഉണ്ടാവും അല്ലേ. ആ എമൗണ്ട് ഡീറ്റെയിൽസ് കോളത്തിൽ എഴുതുക. അടുത്ത പ്രോഡക്റ്റ് ഇത്ര ക്വാണ്ടിറ്റി ഇന്ന രൂപക്ക് ഇന്ന വിലക്ക് അത് വിൽക്കുന്നു അല്ലേ, അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എമൗണ്ട് ഉണ്ടാവും, അത് നമ്മൾ ഡീറ്റെയിൽസിൻ്റെ കോളത്തിൽ എഴുതുക. അങ്ങനെ ആ ഒരു കസ്റ്റമർക്ക് ആ ഒരു ദിവസം വിൽക്കുന്ന എല്ലാ പ്രോഡക്ട്സിൻ്റെയും ഡീറ്റെയിൽസ് നമ്മൾ 1 by 1 ആയി ഡീറ്റെയിൽസ് കോളത്തിൽ അതിൻ്റെ എമൗണ്ട് എഴുതണം. പർട്ടിക്കുലേഴ്സ് കോളത്തിൽ അതിൻ്റെ ഡീറ്റെയിൽസും എൻ്റർ ചെയ്യണം. ഓക്കെ, എന്നിട്ട് പിന്നെ വല്ല അഡീഷണൽ എമൗണ്ടും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കസ്റ്റമർക്ക് എന്തെങ്കിലും ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആ എമൗണ്ട് എന്ത് ചെയ്യേണ്ടി വരും? ഈ കിട്ടിയ എമൗണ്ട് ഒന്ന് കുറക്കേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ സെയിൽസുമായി ബന്ധപ്പെട്ട് വേറെ വല്ല എക്സ്പെൻസും ആ കസ്റ്റമർ മീറ്റ് ചെയ്യേണ്ടതില്ല, കസ്റ്റമർ എന്തെങ്കിലും എമൗണ്ട് അതുമായി ബന്ധപ്പെട്ട് സഹിക്കേണ്ടതുണ്ടെങ്കിൽ ആ എമൗണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അവസാനം എന്ത് എമൗണ്ട് ആണോ ആ കസ്റ്റമർ ഈ ഒരു ബിസിനസ് മാനത്ത് കൊടുക്കാനുള്ളതെങ്കിൽ ആ നെറ്റ് എമൗണ്ട് ആണ് നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുക. സെയിം നമ്മൾ പർച്ചേസ് ബുക്കിൽ പറഞ്ഞ അതേപോലെ തന്നെ
നെറ്റ് എമൗണ്ട് എന്താണോ ഈ കസ്റ്റമർ തരാനുള്ളതെങ്കിൽ ആ എമൗണ്ട് സിംഗിൾ എമൗണ്ട് കോളത്തിൽ വരും. നമ്മൾ നേരത്തെ പർച്ചേസ് ബുക്കിൽ കണ്ട അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു പീരീഡിലേക്കുള്ള ബുക്കാണ്. ആ പീരീഡ് അവസാനിക്കുന്ന ഡേറ്റിന് നമ്മൾ ടോട്ടൽ എമൗണ്ട് എടുക്കണം. അവസാനത്തെ എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യണം. ആ ടോട്ടൽ എമൗണ്ട് ആണ് ആ ഒരു പീരീഡിലേക്കുള്ള, ആ ഒരു മാസത്തേക്കോ ആഴ്ചയിലേക്കോ 3 മാസത്തേക്കോ അര വർഷത്തേക്കോ 1 വർഷത്തേക്കൊക്കെ ഉള്ള ടോട്ടൽ എമൗണ്ട് ഉണ്ടാവും അല്ലേ. അതാണ് ആ ഒരു പീരീഡിലേക്കുള്ള ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന എമൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെയിൽസ് ബുക്കിനകത്ത് കാര്യങ്ങളെ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ പോസ്റ്റിംഗ് ആണ്. നമ്മൾ പർച്ചേസ് ബുക്കിൽ പറഞ്ഞ അതേപോലെ തന്നെ ആണ് പോസ്റ്റിംഗ് സെയിൽസ് ബുക്കിനകത്തും വരുന്നത്. എന്ത് ചെയ്യണം? ഈച്ച് കസ്റ്റമേഴ്സ് അക്കൗണ്ട് ഈസ് ഇൻഡിവിജ്വലി ഡെബിറ്റഡ് ഡെയിലി ഇൻ ലെഡ്ജർ. ഓരോ കസ്റ്റമർക്ക് ഓരോ ദിവസം പ്രോഡക്റ്റ് വിൽക്കുന്ന സമയത്തും അതാ ദിവസങ്ങളിൽ തന്നെ എന്ത് ചെയ്യണം, ആ കസ്റ്റമറുടെ അക്കൗണ്ടിൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ എ ആൻഡ് കമ്പനി എന്ന് പറയുന്ന ഒരു കസ്റ്റമർക്ക് പ്രോഡക്റ്റ് വിൽക്കുന്നു. 5000 രൂപയുടെ ഗുഡ്സ് ആണ് എ ആൻഡ് കമ്പനി കസ്റ്റമർക്ക് വിൽക്കുന്നത്. ജനുവരി 1-ാം തീയതി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബുക്കിനകത്ത് എ ആൻഡ് കമ്പനി അക്കൗണ്ട് എന്ന് പറയുന്നൊരു അക്കൗണ്ട് ഉണ്ടാവും അല്ലേ. ആ കസ്റ്റമറുടെ അക്കൗണ്ടിലേക്ക് നമ്മൾ ജനുവരി 1-ാം തീയതി തന്നെ അതേ ദിവസം തന്നെ എന്ത് ചെയ്യണം, ആ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതി ആ എമൗണ്ട് എൻ്റർ ചെയ്യണം. മറ്റൊരു കസ്റ്റമർക്ക് നമ്മൾ വേറെ ഡേറ്റിന് വിൽക്കുന്നുണ്ടെങ്കിൽ ആ കസ്റ്റമറുടെ അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ആ ഡേറ്റിന് ടു സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതി ആ എമൗണ്ടും എൻ്റർ ചെയ്യണം. അപ്പം ഇങ്ങനെ ഓരോ ട്രാൻസാക്ഷനും നടക്കുന്ന ദിവസങ്ങളിൽ തന്നെ അതാത് കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ ടു സെയിൽസ് അക്കൗണ്ട് എന്ന് എഴുതി ആ എമൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യണം. രണ്ടാമത്, പീരിയോഡിക്കൽ ടോട്ടൽ ഓഫ് സെയിൽസ് ബുക്ക് ഈസ് പോസ്റ്റഡ് ടു ക്രെഡിറ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് വിത്ത് വേർഡ്സ് ബൈ സൺട്രീസ് ആസ് പെർ സെയിൽസ് ബുക്ക് അല്ലേ. നമ്മൾ നേരത്തെ പർച്ചേസ് ബുക്കിൽ പറഞ്ഞ അതേപോലെ ഇവിടെ നമുക്കൊരു പീരീഡിലേക്കുള്ള ടോട്ടൽ എമൗണ്ട് കിട്ടും. നമ്മുടെ സെയിൽസ് ബുക്ക് എന്തൊരു ടോട്ടൽ എമൗണ്ട് ഉണ്ടാവും. ആ ടോട്ടൽ എമൗണ്ടിന് നമ്മൾ എന്ത് ചെയ്യണം, ആ പീരീഡിൻ്റെ എൻഡിൽ അല്ലേ, ഏത് പീരീഡാണോ ആ പീരീഡിൻ്റെ എൻഡിൽ എന്ത് ചെയ്യണം, നമ്മൾ സെയിൽസ് അക്കൗണ്ടിലേക്ക് അതിനെ പോസ്റ്റ് ചെയ്യണം. കാരണം സെയിൽസ് ബുക്ക് എന്ന് പറയുന്നതും സെയിൽസ് അക്കൗണ്ടും രണ്ടാണ്. സെയിൽസ് ബുക്ക് എന്ന് പറഞ്ഞാൽ വെറും ഒരു ജേണൽ മാത്രമാണ് അല്ലേ. സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ലെഡ്ജറാണ്. അപ്പോൾ സെയിൽസ് ബുക്കിനകത്തുള്ള എൻട്രിയെ നമ്മൾ എന്ത് ചെയ്യാണ്, സെയിൽസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ സെയിൽസ് അക്കൗണ്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പീരീഡിൻ്റെ എൻഡിലുള്ള ടോട്ടൽ സെയിൽസ് ബുക്കിലെ എമൗണ്ടിനെ സെയിൽസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ സൺട്രീസ് ആസ് പെർ സെയിൽസ് ബുക്ക് എന്ന് എഴുതി. ഇപ്പോൾ ഒരു 10,000 രൂപയാണ് മൊത്തം സെയിൽസ് ബുക്കിന് ടോട്ടൽ എമൗണ്ട് വരുന്നതെങ്കിൽ ജനുവരി മാസത്തേക്കുള്ള സെയിൽസ് ബുക്ക് ആണെങ്കിൽ ജനുവരി 31-ന് സെയിൽസ് അക്കൗണ്ട് എന്ന് പറയുന്ന ലെഡ്ജറിനകത്തുള്ള അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ജനുവരി 31 ഡേറ്റ് കൊടുത്തിട്ട് ബൈ സൺട്രീസ് ആസ് പെർ സെയിൽസ് അക്കൗണ്ട് എന്നെഴുതി ₹10,000 ആ എമൗണ്ട് എത്രയാണോ അത് നമ്മൾ എൻ്റർ ചെയ്യണം. പർച്ചേസ് ബുക്കിൽ പറഞ്ഞതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ അക്കൗണ്ട് ഡെയിലി ബേസിസിൽ ലെഡ്ജറിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെയിൽസ് ബുക്കിൻ്റെ ടോട്ടൽ എമൗണ്ട് സെയിൽസ് അക്കൗണ്ടിലേക്ക് ഒരു പീരീഡിൽ ഒരിക്കൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പർച്ചേസസ് ബുക്കിൻ്റെയും സെയിൽസ് ബുക്കിൻ്റെയും അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, താങ്ക് യു.